എല്ലാവർക്കും നമസ്കാരം. ഞെട്ടിക്കുന്ന ഒരു കഥയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുൻപോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഞെട്ടുന്നത് നല്ലതാണ്. അതെനിക്കൊരു പ്രോത്സാഹനമാണ്. അതുപോലെ എന്നെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് വേറെയും നിരവധി മാർഗങ്ങളുണ്ട്. ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതൊരു ക്രൈം സ്റ്റോറിയാണ്. എന്നാൽ ആ സ്റ്റോറിയിലേക്ക് പോകും മുൻപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതുണ്ട്. 1930കളിലും 40കളിലും ചൈനയിൽ ഒരു നാടകമുണ്ടായിരുന്നു. വളരെ പ്രചാരസിദ്ധിച്ച ഒരു നാടകം. ആ നാടകത്തിന്റെ പേരാണ് സ്റ്റോറി ഓഫ് ദ ബട്ടർഫ്ലൈ. ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ വളരെ കർക്കശമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു. കർക്കശമായിട്ടുള്ള ആ നിയമങ്ങൾ ഏറ്റവും അധികം ബാധിച്ചത് സ്ത്രീകളെയാണ്. ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു. നിയമങ്ങളെ കൂടാതെ ചൈനയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിലും ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുകയാണെന്ന് കരുതുക. ആദ്യം ജനിക്കുന്ന കുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ അവരത് അംഗീകരിക്കും. രണ്ടാമത്തെ കുട്ടിയും പെൺകുട്ടിയാണെങ്കിൽ അവരുടെ മുഖം മാറും. അതുപോലെ മൂന്നാമത് ജനിച്ചതും പെൺകുട്ടിയാണെങ്കിൽ കാര്യങ്ങളാകെ മാറും. ഒരു ആൺകുട്ടി ഇല്ലാത്തതുകൊണ്ട്, ഒരവകാശം ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവർ ആ കുടുംബത്തെ താഴ്ന്ന നിലവാരത്തിലേക്ക് കാണൂ. മാത്രവുമല്ല, പുരുഷന്റെ കഴിവുകേടായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പലരും ഭാര്യയെയും പെൺമക്കളെയും ഉപേക്ഷിച്ച് വേറെ ബന്ധങ്ങളിലേക്ക് വരെ പോകാറുണ്ട്. ഇനി നമുക്ക് സ്റ്റോറി ഓഫ് ദി ബട്ടർഫ്ലൈ എന്ന നാടകത്തിന്റെ കഥയിലേക്ക് വരാം. ആ കഥ ഇതാണ്. ചൈനയിൽ ഒരു ദമ്പതികൾ ഉണ്ടായിരുന്നു. ഇരുവർക്കും തമ്മിൽ വലിയ സ്നേഹവുമായിരുന്നു. ഇവരുടെ ആദ്യത്തെ കുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു. അടുത്തതായിട്ട് തങ്ങൾക്കൊരു ആൺകുട്ടി ജനിക്കുമെന്ന് അവർ വിചാരിച്ചു. എന്നാൽ രണ്ടാമത് ജനിച്ചതും പെൺകുട്ടിയായിരുന്നു. അവർ നിരാശരായില്ല. കഠിനമായ പരിശ്രമത്തിനൊടുവിൽ മൂന്നാമതും ഒരു കുട്ടിയുണ്ടായി. പക്ഷെ അതും പെൺകുട്ടിയായിരുന്നു. ഇതോടെ ആ ദമ്പതികളാകെ വിഷണ്ണരായി. കാരണം മൂന്നാമത് ജനിച്ചതും ഒരു പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ മറ്റുള്ളവർ അവരെ ആക്ഷേപിക്കും. അത് ഒഴിവാക്കുവാനായിട്ട് ഇവർ ഒരു മാർഗം കണ്ടു. മൂന്നാമത് ജനിച്ച ഈ കുട്ടിയെ ഒരു ആൺകുട്ടിയായിട്ട് വളർത്തുക, സമൂഹത്തിന് മുൻപിൽ അവളെ ഒരു ആൺകുട്ടിയായിട്ട് തന്നെ കാണിക്കുക. അവർ അങ്ങനെ തന്നെ ചെയ്തു. അതോടെ ചൈനയിലെ പെൺകുട്ടികൾക്ക് നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസം ഈ പെൺകുട്ടിക്ക് കിട്ടുകയാണ്. ഒരു ആൺകുട്ടിയുടെ വേഷം ധരിച്ച് അവൾ സ്കൂളിൽ പോകുവാൻ തുടങ്ങി. അവിടെ വെച്ച് മറ്റൊരു ആൺകുട്ടിയുമായിട്ട് പരിചയപ്പെട്ടു. ഇവർ തമ്മിൽ വലിയ കൂട്ടുകാരായി. ആദ്യമൊന്നും ഈ ആൺകുട്ടിക്ക് തന്റെ കൂടെയുള്ളതൊരു പെൺകുട്ടിയാണെന്ന് അറിയില്ലായിരുന്നു. അവന് മാത്രമല്ല, സ്കൂളിലുള്ള മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ. എല്ലാവരും വിചാരിച്ചത് രണ്ട് ആൺകുട്ടികൾ കൂട്ടുകൂടി നടക്കുന്നു എന്നാണ്. എന്നാൽ പോകെ പോകെ ഈ ആൺകുട്ടിക്ക് തന്റെ കൂടെയുള്ളതൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? അതാണ് സ്റ്റോറി ഓഫ് ദ ബട്ടർഫ്ലൈയുടെ കഥ. ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് എടുത്തു നോക്കിയാൽ അതൊരു ശോകാന്ത്യമായിരുന്നു. നാടകത്തിന്റെ അവസാനം നായകനും നായികയും മരിക്കുകയാണ്. ചൈനീസ് ജനതയുടെ കണ്ണുകളെ ഈറനണിയിച്ച ഒരു കഥയായിരുന്നു സ്റ്റോറി ഓഫ് ദ ബട്ടർഫ്ലൈ. ഇപ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും, ഇതൊരു നാടകമല്ലേ? എഴുത്തുകാരൻ തന്റെ ഭാവനയിൽ എന്തൊക്കെയോ എഴുതി വെച്ചത്. ഇത് വല്ലതും യാഥാർത്ഥ്യമാണോ? ഒന്നുമല്ല. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ചില റിയാലിറ്റികൾ ഫിക്ഷനേക്കാളും വളരെ വളരെ മുകളിലായിരിക്കും. കഥയിലേക്ക് പോകാം. ആയിരത്തി 1953 കൊറിയൻ വാർ അവസാനിച്ചത്. എന്നാൽ കൊറിയൻ വാർ ലോകത്തിന് വലിയൊരു ഭീതിയാണ് സമ്മാനിച്ചത്. കാരണം ഇതുമൂലം മൂന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്ന് അവർ സംശയിച്ചു. ഈ പേടി മൂലം പല രാജ്യങ്ങളിലെ ഫോറിൻ എംബസികൾ അടച്ചു മൂടപ്പെട്ടു. അവിടെ ജോലി ചെയ്തിരുന്ന ഓഫീസർമാർ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോയി. അതുതന്നെയായിരുന്നു ചൈനയുടെയും അവസ്ഥ. ചൈനയിൽ ഉണ്ടായിരുന്ന എല്ലാ ഫോറിൻ എംബസികളും അടച്ചു മൂടപ്പെട്ടു. പിന്നീട് ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞാണ് ചൈനയിൽ മറ്റ് രാജ്യങ്ങളുടെ എംബസികൾ റീഓപ്പൺ ചെയ്തത്. അങ്ങനെയാണ് 1960കളുടെ പകുതിയിൽ ഫ്രാൻസിന്റെ എംബസി ചൈനയിൽ വീണ്ടും റീ ഓപ്പൺ ചെയ്തത്. ഈ എംബസിയിൽ ജോലി ചെയ്യുവാനായിട്ട് ഫ്രാൻസിൽ നിന്നും നിരവധി ആളുകൾ ചൈനയിലേക്ക് പുറപ്പെട്ടു. ഫ്രാൻസ് തങ്ങളുടെ എംബസി സ്ഥാപിച്ചത് ചൈനയുടെ തലസ്ഥാനമായിട്ടുള്ള ബെയ്ജിങ്ങിലായിരുന്നു. അങ്ങനെ അവിടേക്ക് ജോലി ചെയ്യുവാനായിട്ട് പുറപ്പെട്ട ഓഫീസർമാരിൽ ഒരാളായിരുന്നു ബെർണാഡ് ബോർസിക്കോട്ട്. ഒരു അക്കൗണ്ടന്റിന്റെ ജോലിയായിരുന്നു ബെർണാഡിന് എംബസിയിൽ ചെയ്യുവാനുണ്ടായിരുന്നത്. ആ സമയത്ത് അയാളുടെ പ്രായം വെറും 20 വയസ്സാണ്. ധാരാളം പ്രതീക്ഷകളോടെയും ആഗ്രഹങ്ങളോടെയുമാണ് ബോർസിക്കോട്ട് ചൈനയിലേക്ക് പുറപ്പെട്ടത്. പുതിയൊരു രാജ്യമാണ്, പുതിയ കാഴ്ചകളാണ്, പുതിയ സംസ്കാരമാണ്, ഇന്നുവരെ കഴിച്ചിട്ടില്ലാത്ത ആഹാരങ്ങളാണ്. അതെല്ലാം ആസ്വദിക്കാം. ഇതൊക്കെയായിരുന്നു അയാളുടെ മനസ്സിലൂടെ ഓടിയ വിചാരങ്ങൾ. അതും കൂടാതെ ബെർണാഡിന്റെ ഉള്ളിൽ മറ്റൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു ചൈനീസ് പെണ്ണിനെ പ്രണയിക്കണം, അവളുമായിട്ട് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണം. ഇതായിരുന്നു അയാളുടെ മനസ്സിലെ ഏറ്റവും തീവ്രമായിട്ടുള്ള ആഗ്രഹം. എന്നാൽ ചൈനയിൽ എത്തും വരെ ബെർണാഡിന് ഒരു കാര്യം അറിയില്ലായിരുന്നു. ചൈനയിൽ നിയമങ്ങൾ വളരെ കർക്കശമാണ്. അവിടെയുള്ള ജനങ്ങൾ ഒരു വിദേശിയോട് സംസാരിച്ചാൽ അത് നിയമവിരുദ്ധമാണ്. അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. രാജ്യദ്രോഹമായിരിക്കും അവരുടെ പേരിൽ ചാർജ് ചെയ്യപ്പെടുന്നത്. ഒന്നും പറയുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ ഒരു വിദേശിയെ കണ്ടാൽ ജീവനും കൊണ്ട് ഓടി ഒളിക്കുകയാണ് പതിവ്. ഞാനിച്ചിരി കൂട്ടി പറഞ്ഞു എന്ന് മാത്രം. എന്നാലും ഒരു അകലം പാലിച്ചു നിൽക്കും.
വിദേശികളുമായിട്ട് എപ്പോഴും അകലം പാലിക്കുവാൻ ചൈനീസ് ഗവൺമെന്റ് നിഷ്കർഷിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അത് കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അമേരിക്കയും റഷ്യയും നിശബ്ദമായിട്ട് പരസ്പരം കൊമ്പുകോർക്കുന്നു. അതിന്റെ ഫലമായിട്ട് ധാരാളം ചാരന്മാർ എല്ലാ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ സംസാരിക്കുന്ന വിദേശി ഒരു ചാരനായിരിക്കാം. അതുകൊണ്ടാണ് വിദേശികളുമായിട്ട് അകലം പാലിക്കണമെന്ന് പറയുന്നത്. ഈ നിയമം ഏറ്റവും അധികം ബാധിച്ചത് നമ്മുടെ ബെർണാഡിനെയാണ്. അയാൾക്ക് അവിടെയുള്ള ജനങ്ങളുമായിട്ട് ഇടപഴകുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു കാമുകിയെ സംഘടിപ്പിക്കുവാനും കഴിഞ്ഞില്ല. ഒരു കാമുകിയെ കണ്ടെത്തുവാനായിട്ട് തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തു. ബെർണാഡ് ജോലി ചെയ്യുന്നത് ഒരു ഫോറിൻ എംബസിയിലാണല്ലോ. സ്വാഭാവികമായിട്ടും സമൂഹത്തിലെ ഉന്നതതല വൃന്ദങ്ങളായിരിക്കും അയാളുടെ പരിചയ പരിധിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലയിടത്തും വെച്ച് വലിയ വലിയ പാർട്ടികൾ നടക്കും. ഇത്തരം എല്ലാ പാർട്ടികളിലും ഹാജര് തെറ്റാതെ അയാൾ പങ്കെടുക്കും. ആ പാർട്ടികളിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു ചൈനീസ് പെണ്ണുമായിട്ട് സംസാരിക്കണം, അവളെ തന്റെ കാമുകിയാക്കണം. ഇത് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. എന്നാൽ നമ്മൾ മുൻപ് പറഞ്ഞ നിയമങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ഒരു ചൈനീസും ഇയാളോട് സംസാരിക്കുവാനായിട്ട് കൂട്ടാക്കിയില്ല. അങ്ങനെ ഏകദേശം ഒരു 6 മാസം മുൻപോട്ട് പോവുകയാണ്. അതായത് ബെർണാഡ് ചൈനയിലെത്തിയിട്ട് 6 മാസങ്ങളായിരിക്കുന്നു. ഇതുവരെയും അയാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ബെർണാഡിന് പതിവ് പോലെ ഒരു പാർട്ടിയിലേക്ക് ക്ഷണം കിട്ടുകയാണ്. ഉന്നതർ പങ്കെടുക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ചൈനയിൽ ഈ പ്രോഗ്രാം അറിയപ്പെടുന്നത് പെക്കിംഗ് ഓപ്പറ എന്നാണ്. ആ പ്രോഗ്രാമിൽ പാട്ട് പാടിയത് ഷീ പെയ്പു എന്നു പേരുള്ള 26 വയസ്സുള്ള ഒരു യുവാവായിരുന്നു. കാണുവാൻ വളരെ സുന്ദരനായ മെലിഞ്ഞ ഒരു യുവാവ്. പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ശ്രദ്ധ ഈ യുവാവിന് നേർക്കായിരുന്നു. കാരണം കാഴ്ചയിൽ അയാൾ അത്രയ്ക്കും ആകർഷണമുള്ളവനായിരുന്നു. അന്ന് അവിടെ വെച്ച് ഷീ പാടിയ പാട്ട് ബെർണാഡിനും വളരെയധികം ഇഷ്ടപ്പെട്ടു. അയാൾ നേരെ പോയിട്ട് ഷീയെ പരിചയപ്പെട്ടു. രണ്ടുപേരും കുറച്ചു സമയം പരസ്പരം സംസാരിച്ചു. അപ്പോഴാണ് ഇരുവർക്കും ഒരു കാര്യം മനസ്സിലായത്. തങ്ങളുടെ ഉള്ളിൽ ഒരു കെമിസ്ട്രി വർക്ക് ആവുന്നുണ്ട്. ഇരുവരും പരസ്പരം ആകർഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ബെർണാഡ് പലതവണ ഷീയുമായിട്ട് സംസാരിച്ചു. പുറത്തു വെച്ച് പലതവണ ഇവർ കണ്ടുമുട്ടി. അങ്ങനെ ഇവരുടെ സൗഹൃദം വളരെ ഗാഢമായി. ഷീ പെയ്പു ഒരു ഓപ്പേറ സിംഗർ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ കൂടിയായിരുന്നു. അയാളുടെ ജോലി ഇതാണ്: എംബസിയിൽ ജോലി ചെയ്യുവാനായിട്ട് വരുന്ന വിദേശികളുടെ വീടുകൾ സന്ദർശിച്ച് അവർക്കും അവരുടെ കുട്ടികൾക്കും ചൈനീസ് സംസ്കാരത്തെക്കുറിച്ചും അതുപോലെ ചൈനീസ് ലാംഗ്വേജും പഠിപ്പിച്ചു കൊടുക്കുക. ഈ ജോലിയുടെ സ്വഭാവം വെച്ച് ഷീയുടെ ബന്ധങ്ങളും വലിയ വലിയ ആൾക്കാരുമായിട്ടാണ്. ബെർണാഡിന് അവധി കിട്ടുമ്പോഴെല്ലാം അയാൾ സമയം ചെലവഴിച്ചത് ഷീയുടെ ഒപ്പമായിരുന്നു. അവൻ അയാൾക്ക് ചൈനയിലെ മനോഹരമായിട്ടുള്ള പ്രദേശങ്ങൾ കാണിച്ചു കൊടുത്തു. വൈവിധ്യമാർന്ന ആഹാരങ്ങൾ പരിചയപ്പെടുത്തി. കൂടാതെ ചൈനീസ് സംസ്കാരം പറഞ്ഞു കൊടുത്തു. ഒരു വിദേശിക്ക് ചൈനയിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് ആവശ്യമായ ബേസിക് ലാംഗ്വേജും നോളജും പറഞ്ഞു കൊടുത്തു. ഇരുവരുടെയും സൗഹൃദം വളരെ ആഴത്തിൽ അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷീ ബെർണാഡിനോട് ഒരു കാര്യം പറഞ്ഞത്. അവനൊരു ഫോട്ടോ അയാളെ കാണിച്ചു. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. ഈ പെൺകുട്ടി ആരാണെന്ന് ഊഹിക്കുവാൻ കഴിയുമോ എന്ന് ഷീ ബെർണാഡിനോട് ചോദിച്ചു. ആ ചോദ്യത്തിന് ബെർണാഡ് എങ്ങനെ ഉത്തരം കൊടുക്കുവാനാണ്? അയാൾ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഷീ ആ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയത്. ആ ഫോട്ടോയിലുള്ള പെൺകുട്ടി മറ്റാരുമല്ല, താൻ തന്നെയാണ്. ഇത് കേട്ടതും ബെർണാഡ് ഞെട്ടിപ്പോവുകയാണ്. അയാൾക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഷീ ഒരു കഥ പറഞ്ഞു. ചൈനയിൽ പൊതുവെ സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് പരിഗണിക്കാറ്. ആണുങ്ങൾക്ക് കിട്ടുന്ന മര്യാദയൊന്നും അവർക്ക് കിട്ടാറില്ല. ഒരു കുടുംബത്തിൽ പെൺകുട്ടികളുടെ എണ്ണം എത്രയധികം കൂടുന്നുവോ അതനുസരിച്ച് സമൂഹം അവരെ വിലയില്ലാത്തവരായിട്ട് പരിഗണിക്കും. ഷീയുടെ മാതാപിതാക്കൾക്ക് ആദ്യം ജനിച്ച 3 കുട്ടികളും പെൺകുട്ടികളായിരുന്നു. ആ വിഷമത്തിൽ അവരങ്ങനെ കഴിയുമ്പോഴാണ് 4ാമത് അവരുടെ കുട്ടിയായിട്ട് ഷീ ജനിക്കുന്നത്. ഇതോടെ ഷീയുടെ മാതാപിതാക്കൾ ആകെ വിഷമത്തിലായി. ഒരു കുടുംബത്തിൽ 4 പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ദുശകുനമാണ്. അതുകൊണ്ട് ഈ കാര്യം പുറത്തറിയാതിരിക്കുവാനായിട്ട് അവർ ഒരു കാര്യം ചെയ്തു. 4ാമത് ജനിച്ച ഷീയെ ഒരു ആൺകുട്ടിയായിട്ട് വളർത്തുക. അവരങ്ങനെ തന്നെ ചെയ്തു. ആൺകുട്ടികൾക്ക് വേണ്ട വസ്ത്രങ്ങളും മറ്റും അവളെ ധരിപ്പിച്ചു. അയൽവാസികളോടും മറ്റുള്ളവരോടും ഷീ ഒരു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതിനുശേഷം ഒരു ആൺകുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ നൽകി അവളെ വളർത്തുവാൻ തുടങ്ങി. അങ്ങനെയാണ് അവൾക്ക് പെൺകുട്ടികൾക്ക് നിഷിദ്ധമായിരുന്ന വിദ്യാഭ്യാസം കിട്ടിയത്. ഷീയുടെ പിതാവ് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. മാതാവ് ഒരു ടീച്ചറും. രണ്ടുപേരും വളരെയധികം കലാവാസനയുള്ളവരാണ്. അതുകൊണ്ട് ഷീയെ അവർ മ്യൂസിക് പഠിപ്പിക്കുവാൻ വിട്ടു. അങ്ങനെ ഒരു ആൺകുട്ടിയുടെ വേഷം ധരിച്ച് അവൾ സംഗീതം പഠിക്കുവാൻ പോയി. നല്ല വിദ്യാഭ്യാസം നേടി. ഒടുവിൽ ഒരു ഗവൺമെന്റ് ജീവനക്കാരനുമായി. ഇതാണ് ബെർണാഡിനോട് ഷീ പറഞ്ഞ കഥ. അപ്പോഴും ഞെട്ടലിൽ നിന്ന് മുക്തനാവാത്ത ബെർണാഡ് അവളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ടാണ് നീ ഇപ്പോഴും ആണിന്റെ വേഷം ധരിച്ച് ജീവിക്കുന്നത്? നിനക്കിനിയെങ്കിലും ഈ വേഷം അഴിച്ചു വെച്ചുകൂടെ? നീ ഇപ്പോൾ സൊസൈറ്റിയിലെ വലിയ ആളാണ്. ഫോറിൻ ഡിപ്ലോമാറ്റുകളുമായിട്ട് ഉന്നത ബന്ധമുള്ള ആളാണ്. ഇനിയും എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്നത്? നീ ആരാണെന്ന് സമൂഹത്തിനോട് പറയുന്നതിൽ എന്താണ് ഇനി കുഴപ്പം? അതിന് ഷീ അയാൾക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു. അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ വെറും ഒരു ഓപ്പറ ഗായികയായിരുന്നുവെങ്കിൽ സ്വയം വെളിപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കഥയാകെ മാറിയിരിക്കുന്നു. ഞാനൊരു ഗവൺമെന്റ് ജീവനക്കാരിയാണ്. അതിലും ഉപരിയായിട്ട് എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നയാളാണ്.
ആണിന്റെ വേഷം ധരിച്ച ഒരു പെണ്ണാണ് തങ്ങളുടെ വീടുകളിൽ വന്ന് ക്ലാസ് എടുത്തിരുന്നത് എന്ന് മറ്റ് രാജ്യങ്ങളിലെ എംബസികളിലെ ഉദ്യോഗസ്ഥർ അറിഞ്ഞാൽ അതൊരു വലിയ വിഷയമാകും. അവർ എന്നെ ഒരു ചാരനായിട്ട് മുദ്രകുത്തും. മാത്രവുമല്ല, ചൈനീസ് ഗവൺമെന്റും ഇക്കാര്യത്തിൽ വളരെ കർക്കശമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കാറ്. ഞാൻ ആൾമാറാട്ടം നടത്തിയെന്നറിഞ്ഞാൽ അവരെന്നെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് എനിക്കിനി ഈ വേഷത്തിൽ തുടരുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. ഷീയുടെ ഇപ്പോഴുള്ള അവസ്ഥ കണ്ടപ്പോൾ ബെർണാഡിന് വലിയ സഹതാപം തോന്നി. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ വലിയ സന്തോഷവും തോന്നി. അതിന് കാരണം നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. അവൻ ചൈനയിലേക്ക് വന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഒരു ചൈനീസ് യുവതിയെ കാമുകിയാക്കുക എന്നതാണ്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഒരു കാമുകിയെ കണ്ടെത്തുവാനായിട്ട് അവന് കഴിഞ്ഞില്ല. അപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഒരു യുവതിയാണെന്ന യാഥാർത്ഥ്യം. ബെർണാഡിന് സന്തോഷിക്കുവാനായിട്ട് ഇതിൽ കൂടുതൽ വേറെ എന്തു വേണം? ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ ഷീയും ബെർണാഡും കൂടുതലായിട്ട് അടുത്തു. ആ അടുപ്പം എത്രത്തോളം വലുതായിരുന്നു എന്ന് പറഞ്ഞാൽ ഇരുവരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അന്ന് അവിടെ സാധിച്ചത്. പിന്നീട് വന്ന ഏതാനും മാസങ്ങൾ ഷീയും ബെർണാഡും വളരെ സന്തോഷത്തോടെ ജീവിച്ചു. സാധാരണഗതിയിൽ ഫോറിൻ എംബസികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു കോൺട്രാക്ട് പീരീഡ് ഉണ്ടായിരിക്കും. ആ കാലയളവ് കഴിഞ്ഞാൽ അവർ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോകണം. ബെർണാഡിനും അങ്ങനെ ഒരു കോൺട്രാക്ട് പീരീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഫ്രഞ്ച് എംബസിയിൽ നിന്നും ബെർണാഡിന് ഔദ്യോഗികമായിട്ടൊരു കത്ത് കിട്ടുകയാണ്. 1965 ഡിസംബർ മാസം അയാളുടെ കോൺട്രാക്ട് പീരീഡ് അവസാനിക്കുകയാണ്. ഇനി അയാൾക്ക് ചൈനയിൽ തുടരുവാനായിട്ട് കഴിയില്ല. ഫ്രാൻസിലേക്ക് മടങ്ങിപ്പോകണം. അതേ വർഷം ഏപ്രിൽ മാസത്തിലാണ് അയാൾക്ക് ഔദ്യോഗികമായിട്ട് ഈ കത്ത് കിട്ടിയത്. ഈ സാഹചര്യത്തിൽ ബെർണാഡും ഷീയും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അയാൾക്ക് ചൈനയിൽ തുടരുവാനായിട്ട് കഴിയില്ല. കാരണം ഒരു വിദേശി അനധികൃതമായിട്ട് ചൈനയിൽ ജീവിച്ചാൽ അത് വലിയ വിഷയമാവും. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ വളരെ കർക്കശമായിട്ടുള്ള നിയമങ്ങളാണ് അവിടെ. എപ്പോൾ വേണമെങ്കിലും ബെർണാഡ് അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അയാളെ ഒരു ചാരനായിട്ട് മാത്രമാണ് ചൈനീസ് ഗവൺമെന്റ് കരുതൂ. നേരെ മറിച്ച് ഷിയെ ഫ്രാൻസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വെച്ചാലും അവിടെയും ഇതുതന്നെയാണ് അവസ്ഥ. ഫ്രഞ്ച് ഗവൺമെന്റ് ഒരിക്കലും അത് അംഗീകരിക്കില്ല. ഷിയെയും ഒരു ചാരനായിട്ട് മാത്രമാണ് അവർ കാണൂ. ഒടുവിൽ ഇരുവരും മനസ്സില്ലാ മനസ്സോടെ വേർപിരിയുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആ സമയം വരികയാണ്. ഡിസംബർ മാസം. ചൈനയിൽ നിന്നും അയാൾക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോകേണ്ട സമയമായിരിക്കുന്നു. അപ്പോഴാണ് ബെർണാഡ് ഞെട്ടിക്കുന്നൊരു കാര്യം അറിഞ്ഞത്. ഷീ ഗർഭിണിയാണ്. അയാൾ ഫ്രാൻസിലേക്കുള്ള വിമാനം കയറുന്നതിനും ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ കാര്യം അറിഞ്ഞത്. അവർക്ക് ഈ സമയത്ത് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? ഒന്നും കഴിയില്ല. രാജ്യ നിയമങ്ങൾ അത്രയ്ക്കും കർക്കശമാണ്. തകർന്ന മനസ്സോടെ ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് വന്ന 4 വർഷങ്ങൾ ഷീയെക്കുറിച്ചുള്ള ഒരു കാര്യവും ബെർണാഡിന് അറിയുവാനായിട്ട് കഴിഞ്ഞില്ല. അവൾ എന്ത് ചെയ്യുന്നു? കുട്ടി ജനിച്ചോ? ജനിച്ചത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? കുട്ടി ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൾ ഇത്രയും കാലം അണിഞ്ഞിരുന്ന മുഖംമൂടി അഴിഞ്ഞു വീഴും. ഷീ ഒരു ആണല്ല പെണ്ണാണെന്ന് ചൈനീസ് ഗവൺമെന്റിന് മനസ്സിലാവും. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇതേക്കുറിച്ചൊന്നും യാതൊരു എത്തും പിടിയും ബെർണാഡിന് കിട്ടിയില്ല. ചൈനയിലെ കാര്യങ്ങൾ അറിയുവാനായിട്ട് അയാൾക്ക് യാതൊരു മാർഗവുമില്ല. കഴിഞ്ഞുപോയ ഈ 4 വർഷങ്ങളിൽ ബെർണാഡിനെ ഫ്രഞ്ച് ഗവൺമെന്റ് വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചു. അവിടെയുള്ള എംബസികളിൽ അയാൾ തകർന്ന ഹൃദയവുമായിട്ട് ജോലി ചെയ്തു. അങ്ങനെ 1969 കടന്നു വരികയാണ്. ആ സമയത്താണ് ബെർണാഡ് ഒട്ടും വിചാരിക്കാത്തൊരു കാര്യം സംഭവിച്ചത്. അയാൾക്ക് വീണ്ടും ചൈനയിലേക്ക് പോസ്റ്റിംഗ് കിട്ടുകയാണ്. സന്തോഷം കൊണ്ട് അയാൾ മതി മറന്നു. തന്റെ കാമുകിയെയും കുട്ടിയെയും കാണുവാനുള്ള ആകാംക്ഷയോടെ അയാൾ ചൈനയിലേക്ക് പുറപ്പെട്ടു. ബെയ്ജിംഗിൽ എത്തിയ ശേഷം അയാൾ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഷീയെക്കുറിച്ച് അന്വേഷിക്കുക. അവളെ അന്വേഷിച്ച് ബെർണാഡ് ആ നഗരം മൊത്തം അലഞ്ഞു. ഷീ മുൻപ് താമസിച്ചിരുന്ന വീട്ടിൽ അവൾ അപ്പോൾ ഇല്ലായിരുന്നു. വീട് ഒഴിഞ്ഞു പോയിരിക്കുന്നു. അവൾ എവിടെ പോയെന്ന് മറ്റുള്ളവർക്കും അറിയില്ല. അവൾ മുൻപ് പാട്ട് പാടിയിരുന്ന ഓപ്പറ ഹൗസുകളിലെല്ലാം ബെർണാഡ് കയറി ഇറങ്ങി അന്വേഷിച്ചു. പക്ഷെ അവർക്കും അവൾ എവിടെയാണുള്ളതെന്ന് പറയുവാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും തന്റെ പരിശ്രമം അയാൾ നിർത്തിയില്ല. അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അയാൾ അതിൽ വിജയിച്ചു എന്ന് പറയാം. അവസാനം ഷീ ഇപ്പോൾ താമസിക്കുന്ന വീട് ബെർണാഡ് കണ്ടെത്തുകയാണ്. 4 വർഷം കഴിഞ്ഞ് ഇരുവരും പരസ്പരം കണ്ടുമുട്ടുകയാണ്. അവരുടെ അപ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കുവാനായിട്ട് കഴിയില്ല. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കുറച്ചു സമയം കരഞ്ഞു. ഒടുവിൽ ബെർണാഡ് ഷീയോട് ചോദിച്ചു, തന്റെ കുട്ടി എവിടെയാണ്? അപ്പോൾ ഷീ ബെർണാഡ് ചൈനയിൽ നിന്നും പോയതിനു ശേഷം തനിക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിങ്ങനെയായിരുന്നു: ബെയ്ജിംഗിൽ വെച്ച് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഷീ ആരാണ് എന്നുള്ള സത്യം പുറത്തു വരും. മാത്രവുമല്ല, ജനിക്കുന്ന കുട്ടിക്ക് നിശ്ചയമായിട്ടും ഒരു വിദേശിയുടെ ഛായ ഉണ്ടായിരിക്കും. അത് കാണുന്നതോടെ എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു ചൈനീസിനുണ്ടായ കുട്ടിയല്ല, മറിച്ച് ഏതോ വിദേശിക്കുണ്ടായതാണെന്ന്. അതോടെ സ്വാഭാവികമായിട്ടും ഷീയുടെ നേർക്ക് ചാരപ്രവൃത്തി ചെയ്തുവെന്ന കുറ്റം ആരോപിക്കപ്പെടും. അവൾക്ക് മാത്രമല്ല, ജനിച്ച കുട്ടിക്കും അത് ദോഷമാണ്. ഇരുവരെയും വധിക്കുവാനായിരിക്കും ഗവൺമെന്റ് തീരുമാനിക്കുക. അതുകൊണ്ട് ഷീ ഒരു കാര്യം ചെയ്തു. ബെയ്ജിംഗിൽ നിന്നും വളരെ ദൂരെയായിട്ട് റഷ്യ ചൈന ബോർഡറിൽ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ ഷീയുടെ ഏതാനും സ്വന്തക്കാർ താമസിക്കുന്നുണ്ട്. പ്രസവിക്കാനുള്ള സമയമെടുത്തപ്പോൾ ഷീ നേരെ അവിടേക്കാണ് പോയത്. എന്നിട്ട് തന്റെ സ്വന്തക്കാരെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരെ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അതിനുശേഷം അവിടെ വെച്ച് പ്രസവിച്ച് കുട്ടിയെ അവരെ തന്നെ വളർത്തുവാനായിട്ട് ഏൽപ്പിച്ച് ഷീ ബെയ്ജിംഗിലേക്ക് തിരികെ മടങ്ങി. എന്നിട്ട് വീണ്ടും പഴയതുപോലെ ജോലിയിൽ പ്രവേശിച്ചു. നമുക്ക് ജനിച്ചത് ഒരു ആൺകുട്ടിയാണ്.
കുട്ടിയെ കാണുവാനായിട്ട് ബെർണാഡിനെ പോലെ തന്നെയുണ്ടെന്ന് ഷീ എടുത്തു പറഞ്ഞു. താൻ മൂലം അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർത്ത് അയാൾക്ക് വലിയ വിഷമം വന്നു. അധികം വൈകാതെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയാക്കാമെന്ന് ബെർണാഡ് അവൾക്ക് ഉറപ്പും കൊടുത്തു. വീണ്ടും പഴയതുപോലെ അവരുടെ ജീവിതം മുൻപോട്ട് പോവുകയാണ്. അടിക്കടി ഷീയെ കാണുവാനായിട്ട് ബെർണാഡ് അവളുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. അന്നും പതിവ് പോലെ ഷീയുടെ വീട്ടിലേക്ക് ബെർണാഡ് വരികയാണ്. അയാൾ വീട്ടിലെത്തി അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരുപറ്റം ചൈനീസ് പോലീസ് ഓഫീസർമാർ ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവർ ബെർണാഡിനെ ചോദ്യം ചെയ്തു. നിങ്ങൾ ഫ്രഞ്ച് എംബസിയിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ? ഒരു ചൈനീസിന്റെ വീട്ടിൽ നിങ്ങൾക്ക് എന്താണ് കാര്യം? എന്താണ് ഇവിടെ നടക്കുന്നത്? അവരുടെ ഈ ചോദ്യത്തിന് എന്തു മറുപടി കൊടുക്കണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്ക് ഷീയെ മുൻപ് പരിചയമുണ്ട്. ചുരുക്കത്തിൽ എന്തൊക്കെയോ പറഞ്ഞ ഒരു തരത്തിൽ അവരെ വിശ്വസിപ്പിക്കുവാനായിട്ട് ബെർണാഡിന് അന്ന് കഴിഞ്ഞുവെന്ന് പറയാം. എന്നാൽ ഈ സംഭവം ഇരുവരുടെയും മനസ്സിൽ വലിയ ഭയമാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഇരുവരും തമ്മിൽ ഏതാനും ആഴ്ചകൾ പരസ്പരം കാണുവാനായിട്ട് ശ്രമിച്ചില്ല. അങ്ങനെ ഇരിക്കെ ബെർണാഡിന് ചൈനീസ് ഗവൺമെന്റിൽ നിന്നും ഒഫീഷ്യലായിട്ടൊരു കത്ത് വരികയാണ്. ആ കത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: നിങ്ങൾ ചൈനയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ചൈനീസ് ഭാഷയും അതുപോലെ ചൈനീസ് സംസ്കാരവും പഠിക്കേണ്ടതുണ്ട്. വിദേശികളെ ഞങ്ങളുടെ സംസ്കാരം പഠിപ്പിക്കുവാനായിട്ട് ചിലരെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവരുടെ വീടുകളിൽ പോയിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പോകേണ്ട വീടിന്റെ അഡ്രസ്സ് ഇതാണ്. ഗവൺമെന്റ് അയച്ച ആ കത്തിൽ അയാൾക്ക് പഠിക്കുവാനായിട്ട് പോകേണ്ട വീടിന്റെ അഡ്രസ്സും ഉണ്ടായിരുന്നു. ആ അഡ്രസ്സ് കണ്ടതും ബെർണാഡ് ഞെട്ടിപ്പോയി. കാരണം അത് ഷീയുടെ അഡ്രസ്സായിരുന്നു. ഇത് വെറും ഒരു യാദൃശ്ചികത ആയിരിക്കുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല എന്നയാൾക്ക് മനസ്സിലായി. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഷീയുടെ വീട്ടിൽ വെച്ച് ചൈനീസ് പോലീസ് അവരെ ചോദ്യം ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ ഇതാ അതേ വീട്ടിൽ പോയിട്ട് പഠിക്കുവാനായിട്ട് ഗവൺമെന്റ് അയാളോട് പറഞ്ഞിരിക്കുന്നു. ഇതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. ചൈനീസ് ഗവൺമെന്റ് തങ്ങളെ നിരീക്ഷിക്കുകയാണോ എന്ന് അയാൾക്കൊരു സംശയം തോന്നി. അതുമാത്രമായിരുന്നില്ല അയാളുടെ ഭയം. ഷീ ഒരു ആണല്ല, മറിച്ച് പെണ്ണാണെന്ന് ഗവൺമെന്റ് കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും പിന്നെ സംഭവിക്കുക? നിശ്ചയമായിട്ടും അവൾക്കും തന്റെ മകനും വലിയ അപകടം സംഭവിക്കും. എങ്കിലും ഗവൺമെന്റിന്റെ ഉത്തരവാണ്, അനുസരിക്കാതിരിക്കുവാനായിട്ട് കഴിയില്ല. അങ്ങനെ എല്ലാ ദിവസവും ബെർണാഡ് ഷീയുടെ വീട്ടിലേക്ക് ചൈനീസ് സംസ്കാരവും ഭാഷയും പഠിക്കുവാനായിട്ട് പോവുകയാണ്. ചുറ്റും ആരും ഇല്ലെങ്കിലും ഒരു വീടിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിലും ഇരുവർക്കും ഉള്ളിന്റെ ഉള്ളിൽ വലിയ ഭയമുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുവാനും അടുത്ത് ഇടപഴകാതിരിക്കുവാനും ഇരുവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. ഷീ അയാൾക്ക് പഠിക്കേണ്ട പാഠങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് മനസ്സിലാക്കിയ ശേഷം അയാൾ തന്റെ വീട്ടിലേക്ക് മടങ്ങും. വല്ലപ്പോഴും മാത്രം സ്വരം താഴ്ത്തി അവരുടെ മകനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ ബെർണാഡിനോട് പറയും. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇവരുടെ ജീവിതത്തെ വഴിതിരിച്ചുവിട്ട മറ്റൊരു സംഭവം ഉണ്ടായത്. ഒരു ദിവസം ബെർണാഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നു. അയാളുടെ പേര് കാങ് ഹെങ് എന്നായിരുന്നു. അവിടേക്ക് കടന്നു വന്ന കാങ് ഇരുവരോടുമായിട്ടൊരു കാര്യം പറഞ്ഞു. ചൈനീസ് ഗവൺമെന്റ് നിയോഗിച്ച മറ്റൊരു ഓഫീസറാണ് ഞാൻ. ഇനി മുതൽ ബെർണാഡിനെ പഠിപ്പിക്കേണ്ട ചുമതല എനിക്കാണ്. അതിനായിട്ട് ബെർണാഡ് മറ്റെവിടേക്കും പോകേണ്ടതില്ല. ഈ വീട്ടിൽ വെച്ച് തന്നെ, അതായത് ഷീയുടെ വീട്ടിൽ വെച്ച് തന്നെ കാങ് ബെർണാഡിനെ പാഠങ്ങൾ പഠിപ്പിക്കും. ബെർണാഡിനും ഷീക്കും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. ഇതേക്കുറിച്ച് ഫ്രഞ്ച് എംബസി സംസാരിക്കാമെന്ന് വെച്ചാൽ അതിനും അയാൾക്ക് ഭയമായിരുന്നു. ഫ്രഞ്ച് എംബസി തന്നെയും ഒരു ചാരനായിട്ട് കാണുമോ എന്നയാൾ ഭയപ്പെട്ടു. അതുപോലെ മറ്റൊരു വശത്ത് ഈ കാങ് ഹെങ് ചൈനീസ് ഗവൺമെന്റ് തങ്ങളെ നിരീക്ഷിക്കുവാനായിട്ട് അയച്ച ചാരനായിരിക്കുമോ എന്ന ഭയം വേറെയും. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ഇപ്പോൾ ഷീയുടെ വീട്ടിൽ വെച്ച് അയാൾക്ക് വേണ്ട പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ കാങ് ഹെങ് ആണ്. ഇതിനിടയിൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി സംഭവിച്ചു. ഷീ ഒരു പുരുഷനല്ല, മറിച്ച് ഒരു സ്ത്രീയാണെന്ന് കാങ് കണ്ടുപിടിച്ചു. അയാൾ പൊട്ടിത്തെറിച്ചു. താനിത് എത്രയും വേഗം മേലധികാരികളെ അറിയിക്കുമെന്ന് കാങ് ആക്രോശിച്ചു. ഇത് കേട്ട് ബെർണാഡും ഷീയും ആകെ ഭയന്നുപോയി. അവരയാളുടെ കാല് പിടിച്ചു. മേലധികാരികളെ ഈ കാര്യം ഒരിക്കലും അറിയിക്കരുത് എന്ന് അപേക്ഷിച്ചു. അവസാനം ഗത്യന്തരമില്ലാതെ ബെർണാഡ് കാങ്ങിന്റെ കാലിൽ വീണിങ്ങനെ പറയുകയാണ്: ദയവ് ചെയ്ത് ഇക്കാര്യം പുറത്തു പറയരുത്. എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും അത് അപകടമാണ്. നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. കാര്യങ്ങൾ ഇത്രയുമായപ്പോൾ കാങ് കുറച്ചു സമയം നിശബ്ദനായി. അയാൾ എന്തൊക്കെയോ ആലോചിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് കാങ് ആ നിശബ്ദത ഭഞ്ജിച്ച് ഒരു കാര്യം ബെർണാഡിനോട് ആവശ്യപ്പെട്ടു. ശരി, നീ പറയുന്നത് ഞാൻ അനുസരിക്കാം. ഷീ ഒരു പെണ്ണാണ് എന്ന സത്യം ഞാൻ ആരോടും പറയില്ല. എന്നാൽ അത് മറച്ചു വെക്കുന്നതിന് നീ എനിക്ക് തിരിച്ചൊരു ഉപകാരം ചെയ്യണം. ഫ്രഞ്ച് എംബസിയിലെ സീക്രട്ട് ഡോക്യുമെന്റുകൾ നീ എനിക്കതിന് പകരമായിട്ട് കൈമാറണം. ഇപ്പോൾ ബെർണാഡ് വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലായി. എങ്കിലും അയാൾക്ക് മറുത്തൊന്നും പറയുവാനായിട്ട് കഴിയില്ല. അതാണ് അവസ്ഥ. അവസാനം കാങ്ങിന്റെ നിബന്ധനയ്ക്ക് അയാൾ വഴങ്ങുകയാണ്. അങ്ങനെ പിന്നീട് വന്ന 3 വർഷക്കാലം ഫ്രഞ്ച് എംബസിയിൽ നിന്നും 150ഓളം സീക്രട്ട് ഡോക്യുമെന്റുകളാണ് അയാൾ കാങ്ങിന് കൈമാറിയത്. 1972 ബെർണാഡിന്റെ കോൺട്രാക്ട് പീരീഡ് വീണ്ടും അവസാനിക്കുകയാണ്. അയാൾ ദുഃഖത്തോടെ വീണ്ടും ഫ്രാൻസിലേക്ക് മടങ്ങി. അതിന്റെ അടുത്ത വർഷം, അതായത് 73 അയാൾക്ക് വെക്കേഷൻ ലീവ് കിട്ടുകയാണ്. ആ അവധിക്കാലം ചെലവഴിക്കുവാനായിട്ട് അയാൾ തെരഞ്ഞെടുത്ത രാജ്യം മറ്റൊന്നുമായിരുന്നില്ല, ചൈനയായിരുന്നു. തന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരോടും അതുപോലെ ചൈനയിൽ മുമ്പുണ്ടായിരുന്ന സുഹൃത്തുക്കളോടും എല്ലാം അയാൾ ഇത് മറച്ചുവെച്ചു.
ആ യാത്ര ഷിയെ കാണുവാനായിരുന്നു. ഷിയെ മാത്രമല്ല, തന്റെ മകനെയും. ബെയ്ജിങ്ങിലെത്തിയ ബെർണാഡ് നേരെ ഷിയുടെ വീട്ടിലെത്തി. അവൾ മുൻപ് കത്തിൽ എഴുതിയതുപോലെ അവരുടെ മകനും ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ഷീ മുൻപ് പറഞ്ഞതുപോലെ കുട്ടിയെ കാണുവാനായിട്ട് ബെർണാഡിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അയാൾക്ക് വലിയ സന്തോഷമായി. രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഫ്രാൻസിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് അയാൾ ആഗ്രഹിച്ചു. പക്ഷെ അതിന് കഴിയില്ല. അയാൾ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ടൂറിസ്റ്റ് വിസയിലാണ്. ആ വിസയുടെ കാലാവധി കഴിയുവാനായിട്ട് അധിക ദിവസവുമില്ല. താമസിയാതെ വിസയുടെ കാലാവധി കഴിഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അയാൾ മടങ്ങുകയാണ്. ഇതിനിടയിൽ വീണ്ടും ചൈനയിലേക്ക് മടങ്ങുവാനായിട്ട് ബെയ്ജിങ്ങിലെ എംബസിയിൽ എന്തെങ്കിലും പോസ്റ്റ് ഒഴിവുണ്ടോ എന്ന് അയാൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ഒരു വേക്കൻസിയും ഒഴിവില്ലായിരുന്നു. അപ്പോഴാണ് ബെർണാഡ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. മംഗോളിയയിലെ എംബസിയിൽ ഒരു വേക്കൻസി ഉണ്ട്. മംഗോളിയ ആവട്ടെ റഷ്യ ചൈന ബോർഡറിലുള്ള ഒരു രാജ്യമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ വേഗം ചൈനയിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ഒഴിവിലേക്ക് അയാൾ ഒരു അപേക്ഷ വെച്ചു. വൈകാതെ മംഗോളിയയിലെ എംബസിയിലേക്ക് അയാൾക്ക് സ്ഥലം മാറ്റം കിട്ടുകയാണ്. 1976 അയാൾ മംഗോളിയയിലെ എംബസിയിലെത്തി. പിന്നെ അവിടെ ജോലി ചെയ്യുവാനായിട്ട് തുടങ്ങി. മംഗോളിയയിൽ എത്തിയ ഉടനെ ബെർണാഡ് ചെയ്ത ആദ്യത്തെ കാര്യം ഇതാണ്. നേരെ കാങ്ങുമായിട്ട് ബന്ധപ്പെട്ടു. എന്നിട്ട് അയാളോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ നാടിന്റെ സീക്രട്ട് ഫയലുകൾ ഞാൻ ഇനിയും നിനക്ക് നൽകാം. പകരം നീ എനിക്ക് വേറൊരു ഉപകാരം ചെയ്യണം. എന്റെ ഭാര്യയും കുട്ടിയും ചൈനയിൽ നിന്നും പുറത്തെത്തിക്കണം. കാങ്ങും വളരെ സന്തോഷത്തോടെ ആ എഗ്രിമെന്റിന് സമ്മതിക്കുകയാണ്. അതിനുശേഷം സംഭവിച്ച കാര്യം ഇതാണ്. പിന്നീട് വന്ന 2 വർഷങ്ങളിൽ ഫ്രാൻസിന്റെ സീക്രട്ട് ഡോക്യുമെന്റുകൾ മംഗോളിയയിലെ എംബസിയിൽ ഇരുന്നു കൊണ്ട് ബെർണാഡ് കാങ്ങിന് കൈമാറി. ഒരു രാജ്യത്തിന്റെ രഹസ്യങ്ങളാണ് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അത് വലിയൊരു കുറ്റമാണ്. അങ്ങനെ 1978 കടന്നു വരികയാണ്. അതിനർത്ഥം മംഗോളിയയിലെ അയാളുടെ കോൺട്രാക്ട് പീരീഡ് അവസാനിക്കുന്നു എന്നാണ്. ബെർണാഡ് വീണ്ടും ഫ്രാൻസിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഇത്രയും വർഷമായിട്ടും കാങ് ബെർണാഡിന് കൊടുത്ത വാക്ക് പാലിച്ചില്ല. ഷിയെയും കുട്ടിയെയും ചൈനയിൽ നിന്നും പുറത്തെത്തിക്കുവാനായിട്ട് അയാൾ യാതൊരു പരിശ്രമവും ചെയ്തില്ല. വീണ്ടും ഒരു 4 വർഷങ്ങൾ കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ ഷീക്കും കുട്ടിക്കും ഒരു കൾച്ചറൽ വിസ കിട്ടുകയാണ്. ഇരുവരും വേഗം തന്നെ ഫ്രാൻസിലേക്ക് പുറപ്പെട്ടു. ഫ്രാൻസിൽ വെച്ച്, സ്വന്തം ജന്മദേശത്ത് വെച്ച് ബെർണാഡ് തന്റെ ഭാര്യയും മകനെയും കണ്ടുമുട്ടി. അയാൾ വളരെ സന്തോഷത്തോടെ അവരെ തന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. ബെർണാഡിന്റെ വീട്ടിൽ തന്നെയാണ് ഇരുവരും ഒരുമിച്ച് കഴിഞ്ഞത്. ഫ്രാൻസിൽ എത്തിയിട്ടും ഷീ തന്റെ വേഷം അഴിച്ചു മാറ്റിയില്ല. കാരണം അവളുടെ പാസ്പോർട്ടിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് പുരുഷൻ എന്നാണ്. അതുകൊണ്ട് തന്റെ യഥാർത്ഥ രൂപം പുറത്തു കാണിക്കുവാനായിട്ട് അവർക്ക് കഴിയില്ലായിരുന്നു. ബെർണാഡ് മൊത്ത് ഫ്രാൻസിലൂടെ സഞ്ചരിക്കുന്ന സമയത്തെല്ലാം ഷീയും പുരുഷ വേഷത്തിലാണ് നടന്നത്. എന്നാൽ ഇവരുടെ ഒരുമിച്ചുള്ള ഈ സഞ്ചാരവും മറ്റും മറ്റൊരു കൂട്ടർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഫ്രഞ്ച് സീക്രട്ട് സർവീസിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ഇവരുടെ ഈ ബന്ധത്തിൽ അവർക്ക് എന്തോ കല്ലുകടി തോന്നി. കാരണം ബെർണാഡ് ഒരു എംബസി ഉദ്യോഗസ്ഥനാണ്. മുൻപ് 2 വട്ടം അയാൾ ചൈനയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതാ ഒരു ചൈനക്കാരന്റെ കൂടെ സദാസമയവും ചെലവഴിക്കുന്നു. ബെർണാഡ് ഒരുപക്ഷെ ചൈനയ്ക്ക് വേണ്ടി ഫ്രാൻസിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ടോ എന്നവർ സംശയിച്ചു. ആ സംശയത്തിന്റെ പുറത്ത് അവർ അയാളെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യൽ മുറുകിയ ഒരു ഘട്ടത്തിൽ അയാൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയാതെ വന്നു. അപ്പോൾ ബെർണാഡ് ഇതുവരെ തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. ബെർണാഡിന്റെ ഈ കഥ കേട്ട ഫ്രഞ്ച് പോലീസ് ഉച്ചത്തിൽ ചിരിക്കുകയാണ് ചെയ്തത്. അവർക്കിത് വിശ്വസിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. കാരണം അവരുടെ കാഴ്ചപ്പാടിലും രേഖകളിലും ഷീ ഒരാണാണ്. എന്നാൽ അത് എത്ര പറഞ്ഞിട്ടും ബെർണാഡിന്റെ തലയിൽ കയറുന്നില്ല. അയാൾ അത് അംഗീകരിക്കുന്നുമില്ല. ഷീ ഒരു പെണ്ണാണ്. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഞങ്ങൾക്കൊരു കുട്ടിയുമുണ്ട്. ആ വാദത്തിൽ തന്നെയാണ് അയാൾ ഉറച്ചു നിൽക്കുന്നത്. നേരെ മറിച്ച് ഷീ ഒരു ആണാണെങ്കിൽ അത് തന്നെ തെളിയിച്ച് കാണിക്കുവാനായിട്ട് ബെർണാഡ് ഓഫീസർമാരെ വെല്ലുവിളിച്ചു. എന്തായാലും ആ വെല്ലുവിളി ഫ്രഞ്ച് പോലീസ് ഏറ്റെടുത്തു. അപ്പോഴും ഫ്രാൻസിലുണ്ടായിരുന്ന ഷീയെ അവർ ഒഫീഷ്യലായിട്ട് അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അയാളുടെ ദേഹത്ത് ഒരു സെക്സ് ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റിന്റെ ഫലം ഏറ്റവും കുറഞ്ഞ പക്ഷം ബെർണാഡിനെ ഞെട്ടിക്കുന്നതായിരുന്നു. അയാൾ ഇത്രയും കാലം വിചാരിച്ചതുപോലെ ഷീ ഒരു പെണ്ണല്ല, മറിച്ച് ആണായിരുന്നു. അതെ, ഷീ പേപ്പു ഒരു ഓപ്പറ ഗായകൻ മാത്രമായിരുന്നില്ല, ഒരു ചൈനീസ് ചാരം കൂടിയായിരുന്നു. മറ്റു രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് പരിചയപ്പെട്ട് അവരിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു ചാരൻ. അങ്ങനെയുള്ള ഉയർന്ന തലത്തിലുള്ള ഓഫീസർമാരെ പരിചയപ്പെടുവാനായിട്ട് ചൈനീസ് ഗവൺമെന്റ് തന്നെയായിരുന്നു മുൻകൈയെടുത്ത് ഷീയെ അവരുടെ പാർട്ടികൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് അയച്ചത്. അത്തരമൊരു പാർട്ടിയിൽ വെച്ചാണ് ബെർണാഡ് ആദ്യമായിട്ട് ഷീയെ കണ്ടുമുട്ടിയത്. ഇരുവരും തമ്മിൽ പരസ്പരം സംസാരിച്ചപ്പോൾ ഷീക്ക് ഒരു കാര്യം മനസ്സിലായി. ബെർണാഡ് ഒരു ചൈനീസ് പെണ്ണിനെ അന്വേഷിച്ച് അലഞ്ഞു നടക്കുകയാണ്. ഇതാണ് പറ്റിയ അവസരമെന്ന് അവനും തീരുമാനിച്ചു. അതിനുവേണ്ടിയാണ് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഷീ ബെർണാഡിനെ കാണിച്ചത്. എന്നിട്ട് ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടി താനാണെന്ന് പറയുകയും ചെയ്തു. സത്യത്തിൽ ആ ഫോട്ടോയിലുള്ള പെൺകുട്ടി ഷീ തന്നെയായിരുന്നു. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു നാടകത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ദി സ്റ്റോറി ഓഫ് ദ ബട്ടർഫ്ലൈ. വളരെ ചെറുപ്പത്തിൽ ഷീ ഈ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അതും നായികയായിട്ട്. ഈ നാടകത്തിലെ നായികയ്ക്ക് ഒരേ സമയത്ത് 2 വേഷങ്ങൾ കൈകാര്യം ചെയ്യണം. ഒന്ന് ആണായിട്ടും അഭിനയിക്കണം, മറ്റൊന്ന് പെണ്ണായിട്ടും അഭിനയിക്കണം. പെണ്ണായിട്ട് അഭിനയിക്കേണ്ട സമയത്ത് മേക്കപ്പ് ഇട്ട് നിന്നപ്പോൾ എടുത്ത ഫോട്ടോയായിരുന്നു ഷീ അന്ന് അയാളെ കാണിച്ചത്. മാത്രവുമല്ല, ഈ നാടകത്തിന്റെ കഥ വളരെ വിശദമായിട്ട് അയാളോട് പറയുകയും ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്റെ ജീവിതകഥയും പറഞ്ഞു. ഇതോടെ ബെർണാഡ് ഷീയെ കണ്ണുമടച്ച് വിശ്വസിച്ചു. അതിന് ബെർണാഡിനെ തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല.
ആ സമയത്ത് വെറും 20 വയസ്സ് മാത്രമാണ് പ്രായം. മാത്രവുമല്ല വേറെയും ചില പരിചയക്കുറവുകളും അയാൾക്കുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ബെർണാഡിന്റെ കണ്ണുകൾക്ക് മുൻപിൽ ഷീയ ആ നാടകത്തിൽ വരുന്ന കഥാനായികയെ പോലെയാണ് തോന്നിയത്. നാടകത്തിന്റെ അവസാനം നായിക മരിക്കും പോലെ ഷീക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നും അയാൾ ഭയപ്പെട്ടു. ഇപ്പോഴും നിങ്ങളിൽ പലരുടെയും നെറ്റി ചുളിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. എന്തോ എവിടെയോ ദഹിക്കാതെ കിടക്കുന്നു. ഞാൻ ഈ കഥയിൽ പറഞ്ഞത് ബെർണാഡും ഷീയും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടുവെന്നാണ്. മാത്രവുമല്ല ഇവർക്കൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. ഒരു ആണും തമ്മിൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാൽ എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഷീ വളരെ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അവൻ കോടതിയിലും പിന്നീട് കൊടുത്ത ഇന്റർവ്യൂസിലും മറ്റും പറഞ്ഞത് ഇങ്ങനെയാണ്: താൻ ഒരു പെണ്ണാണെന്ന് ബെർണാഡിനെ ബോധ്യപ്പെടുത്തുന്നതിൽ അവൾ 100% വിജയിച്ചു. സ്ത്രൈണതയുള്ള ഒരു ശാരീരിക പ്രകൃതമായിരുന്നു ഷീക്ക് ഉണ്ടായിരുന്നത്. ഇവർ തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് ഷീ മുറിയിലെ ലൈറ്റുകളെല്ലാം ഓഫാക്കും. എന്നിട്ട് ഒരു പുതപ്പിനടിയിൽ കിടക്കും. മാത്രവുമല്ല സ്വന്തം വൃഷണങ്ങളെ ഉള്ളിലേക്ക് വലിക്കുവാനുള്ളൊരു കഴിവും അയാൾക്കുണ്ടായിരുന്നു. എന്നിട്ട് ആ സ്ഥാനത്ത് വളരെ കൃത്രിമമായിട്ട് മേക്കപ്പിന്റെ സഹായത്തോടെ ഒരു സ്ത്രീ ജനനേന്ദ്രിയ സ്ഥാപിച്ചു. ഇതുമൂലം ചെറിയ അളവിലുള്ള ഇന്റർകോഴ്സ് സാധിക്കുമായിരുന്നു. ഇവിടെ അടുത്ത ഒരു ചോദ്യം നമുക്ക് ഉയരാം: എന്തുകൊണ്ട് ബെർണാഡ് ഈ കള്ളത്തരം കണ്ടുപിടിച്ചില്ല? പിൽക്കാലത്ത് ഈ കേസിനെ കുറിച്ച് പഠിച്ച നിരീക്ഷകർ പറയുന്നത് ഇങ്ങനെയാണ്: വെറും 20 വയസ്സുള്ളപ്പോഴാണ് ബെർണാഡ് ചൈനയിലേക്ക് വരുന്നത്. അതിനു മുൻപ് അയാൾ സ്ത്രീകളെ അറിഞ്ഞിരുന്നില്ല. ഹോസ്റ്റലിൽ പഠിക്കുന്ന കാലത്ത് കൂട്ടുകാരുമായിട്ട് ചില ഗേ റിലേഷൻഷിപ്പുകൾ അയാൾക്കുണ്ടായിരുന്നു. അതുമാത്രമായിരുന്നു സെക്സിനെ കുറിച്ചുള്ള അയാളുടെ അറിവ്. ഈ അറിവില്ലായ്മയാണ് സത്യം തിരിച്ചറിയുന്നതിൽ നിന്നും അയാളെ തടഞ്ഞത്. ഈ കഥയിൽ ഒരു ചോദ്യം ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതിതാണ്: ബെർണാഡിനും ഷീക്കും ഉണ്ടായ കുട്ടി അതെങ്ങനെ സംഭവിച്ചു? ഈ ചോദ്യത്തിന് ഷീ കോടതിയിൽ കൊടുത്ത മറുപടി ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ബെർണാഡുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അയാൾ ഉപയോഗിച്ച കോണ്ടം അവൾ എടുത്തു വയ്ക്കും. പിന്നെ അത് ഗവൺമെന്റിന് കൈമാറും. ആ സെമൻ ഉപയോഗിച്ച വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഉപയോഗിച്ച് ഒരു കുട്ടിയെ അവർ ഉണ്ടാക്കി. ആ കുട്ടിയായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഷീ പറഞ്ഞ ഈ കഥ അതൊരു നുണയായിരുന്നു. അത് പിന്നീട് തെളിയുകയും ചെയ്തു. ഏത് വിധേനയും ബെർണാഡിനെ ഇമോഷണലായിട്ട് ബ്ലോക്ക് ചെയ്യുവാനും അതുവഴി അയാളിൽ നിന്നും പരമാവധി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുവാനും ഒരു കുട്ടിയുടെ സഹായം ആവശ്യമുണ്ടെന്ന് ചൈനീസ് ഗവൺമെന്റിന് അറിയാമായിരുന്നു. അതിനു പറ്റിയ ഒരു കുട്ടിയെ അവർ അന്വേഷിച്ചു. ആ അന്വേഷണത്തിനൊടുവിൽ യൂറോപ്യൻ മുഖച്ഛായയും അതുപോലെ ചൈനീസ് മുഖച്ഛായയും ഉള്ളൊരു കുട്ടിയെ അവർ കണ്ടെത്തുകയാണ്. ആ കുട്ടിയെ ദത്തെടുത്ത് അവന് വേണ്ട പരിശീലനവും കൊടുത്ത് ഇവരുടെ കുട്ടിയായിട്ട് അവതരിപ്പിക്കുകയാണ് അവർ ചെയ്തത്. ഈ കേസിൽ കോടതി ഇരുവർക്കും വിധിച്ചത് 6 വർഷത്തെ ജയിൽ ശിക്ഷയാണ്. എന്നാൽ ചൈനയുമായിട്ട് യാതൊരു പ്രശ്നത്തിനും പോകണ്ട എന്ന് വിചാരിച്ചായിരിക്കണം 8 മാസം കഴിഞ്ഞപ്പോൾ ഷിയെ ജയിൽ മുക്തയാക്കി. അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബാർസിക്കോട്ടിനെയും പുറത്തുവിട്ടു. ഇതിനോടകം ഫ്രാൻസിൽ എമ്പാടും ഷീ പെയ്പു വളരെ പ്രസിദ്ധിയായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൾ ഫ്രാൻസിൽ തന്നെ ജീവിതം തുടരുവാനായിട്ട് ആഗ്രഹിച്ചു. അവിടെയുള്ള ഓപ്പേറ ഹൗസുകളിലും മറ്റും അവർ പാട്ടുകൾ പാടി ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി. കഴിഞ്ഞ 2009 ഒരു നേഴ്സിംഗ് ഹോമിൽ വെച്ച് ചൈന കണ്ട എക്കാലത്തെയും വലിയ ചാരനായ ഷീ പെയ്പു അന്തരിച്ചു. എന്നാൽ മറുവശത്ത് ബെർണാഡ് ബോർസിക്കോട്ടിന്റെ അവസ്ഥ എന്തായിരുന്നു? അതും നമ്മൾ നോക്കേണ്ടതുണ്ട്. യാഥാർത്ഥ്യം അറിഞ്ഞതും അയാളാകെ തകർന്നുപോയി. ജനങ്ങളിൽ നിന്ന് ഷീക്ക് കിട്ടിയതുപോലെ വീരപരിവേഷമൊന്നും ആയിരുന്നില്ല ബോർസിക്കോട്ടിന് കിട്ടിയത്. മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനുള്ള വെറും ഒരു കോമഡി പീസായിട്ട് അയാൾ മാറുകയാണ്. ജയിലിൽ വെച്ച് തന്നെ അയാൾ പലപ്പോഴും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. പക്ഷെ ഒന്നും വിജയം കണ്ടില്ല. ജയിൽ മോചിതനായ ശേഷം ഒതുങ്ങിക്കൂടിയായിരുന്നു പിന്നീടുള്ള അയാളുടെ ജീവിതം. അവസാനമായിട്ട് നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നത് ബെർണാഡ് ബോർസിക്കോട്ട് ഒരു നേഴ്സിംഗ് ഹോമിലുണ്ടെന്നാണ്. അയാൾ തന്റെ മരണവും കാത്ത വാർത്തയ്ക്കും അവിടെ ചെലവഴിക്കുന്നു. 2009 ഷീ മരിച്ചുവെന്ന വാർത്ത ബെർണാഡ് മറിഞ്ഞിരുന്നു. റിപ്പോർട്ടർമാർ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് ബെർണാഡ് കൊടുത്ത മറുപടി ഇതാണ്: എനിക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. എനിക്കെതിരായിട്ട് അയാൾ നിരവധി കാര്യങ്ങൾ ചെയ്തു, എന്നെ അപമാനിതനാക്കി. ഇപ്പോഴെല്ലാം അവസാനിച്ചിരിക്കുന്നു. ബെർണാഡിന്റെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കുവാൻ പോലും കഴിയില്ല. 1-2 വർഷമല്ല, ഏകദേശം 20 വർഷത്തോളമാണ് ഷീ ഒരു പെണ്ണാണെന്ന് അയാൾ വിശ്വസിച്ചത്. ഇത്രയും വലിയൊരു വിശ്വാസവഞ്ചന ഒരു മനുഷ്യനെ താങ്ങുവാനായിട്ട് കഴിയുന്നതിലും അപ്പുറമാണ്. അയാൾ ജനങ്ങളിൽ നിന്നും ഒതുങ്ങി മാറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ഈ കഥയുടെ അവസാനം എത്തുമ്പോൾ ബെർണാഡിനോട് നമുക്ക് വലിയ സഹതാപം തോന്നിയേക്കാം, അതുപോലെ ഷീയോട് വെറുപ്പും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം: ഷീ ചെയ്തത് അവളുടെ ജോലിയാണ്, ഗവൺമെന്റ് ഏൽപ്പിച്ച ജോലി. ഒരു പക്ഷേ ചൈനീസ് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ചാരന്മാരിൽ ഒരാളായിട്ട് നമുക്ക് അയാളെ പരിഗണിക്കാം. മറ്റൊരു കഥയുമായിട്ട് വേഗം വരാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഹൈപ്പ് ഇതൊന്നും മറക്കരുത്.